10th ക്ലാസ്സിലെ സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേജ് നമ്പർ 192, ക്വസ്റ്റ്യൻ നമ്പർ 4. The perimeter of the base of square pyramid is 40 centimeters and the total length of all its edges is 92 centimeters. Calculate its surface area. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സ്ക്വയർ പിരമിഡിന്റെ ബേസ് പെരിമീറ്റർ, ബേസ് നമുക്കറിയാം എപ്പോഴും അത് ദാറ്റ് ഈസ് ബേസ് എപ്പോഴും സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ പെരിമീറ്റർ 40 സെന്റിമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ്, ബേസ് എഡ്ജസും ലാറ്ററൽ എഡ്ജസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 92 കിട്ടും. അപ്പൊ ഇങ്ങനെ രണ്ട് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ബേസ് എത്രയാണെന്ന് തന്നിട്ടില്ല, എഡ്ജ് എത്രയാണെന്ന് തന്നിട്ടില്ല, ഹൈറ്റ് ആവട്ടെ അങ്ങനെയുള്ള വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് പിക്ചർ വരയ്ക്കേണ്ട ആവശ്യമില്ല. ബേസ് പെരിമീറ്ററിൽ നിന്ന് വാല്യൂസിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ബേസ് പെരിമീറ്റർ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ബേസ് പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. സോ ബേസ് പെരിമീറ്റർ ഈക്വൽ ടു 40 centimeter. Base is a square. That means perimeter of square. That is 4 into side equal to 40, or side equal to, side means our base. Side is equal to 40 by 4 equal to 10 centimeter എന്ന് നമുക്ക് ആൻസർ ആയി. ബേസ് നമുക്ക് കണ്ടുപിടിച്ചു. ഇനി അപ്പോൾ ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് എ ഇസ് ഈക്വൽ ടു ബേസ് 10 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യം നമ്മൾ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ് 92. അപ്പോൾ സം ഓഫ് ഓൾ എഡ്ജസ് ഈക്വൽ ടു 92 സെന്റിമീറ്റർ. ഇതിൽ തന്നെ നമുക്കറിയാം ബേസ് പെരിമീറ്റർ തന്നിട്ടുണ്ട്. ബേസ് എഡ്ജസിന്റെ സം 40 ആണ്. സോ ദാറ്റ് മീൻസ് സം ഓഫ് 4 lateral edges equal to 90 minus 40, that is 52 centimeter. അപ്പോൾ 4 lateral edgesന്റെ സം 52 ആണെങ്കിൽ ലെങ്ത് ഓഫ് ഈച്ച് lateral edge equal to 52 by 4, 13 centimeter. നമുക്ക് ലാറ്ററൽ എഡ്ജ് കിട്ടി. ദാറ്റ് മീൻസ് എഡ്ജ് ഇ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എയും കിട്ടി, ഇയും കിട്ടി. ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലായിരുന്നു. ഇത് രണ്ടും നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ആവശ്യം ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുകയാണ്. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രണ്ട് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ a² + 2al എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് a² + 2al എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി എൽ കണ്ടുപിടിച്ചാൽ മതി, സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി. എയും ഇയും അറിയാമെങ്കിൽ എൽ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എ മീൻസ് ബേസ്, ഇ ലാറ്ററൽ എഡ്ജ്, എൽ സ്ലാന്റ് ഹൈറ്റ്. അപ്പൊ ഇവ മൂന്നും ചേർത്ത് നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ റിലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ ഈ രീതിയിലാണ് നമ്മുടെ വരുന്നത്. സോറി, നമ്മുടെ പിക്ചർ ഈ രീതിയിലാണ് വരുന്നത്. എ ഇസ് ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടുന്നത് 10 ആണ്. ഇ ഇസ് ഈക്വൽ ടു 13 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ലാന്റ് ഹൈറ്റ്. നമ്മൾ പിക്ചർ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ പിരമിഡിന്റെ വാല്യൂസിൽ പിക്ചർ നോക്കിയാൽ ഇവിടെ 13, ബേസ് 10. അപ്പൊ ഇവിടെയാണ് നമ്മുടെ സ്ലാന്റ് ഹൈറ്റ് വന്നിരിക്കുന്നത്, അതായത് ട്രയാംഗിളിന്റെ ഹൈറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ട്രയാംഗിളിന്റെ ഹൈറ്റ് നമുക്ക് ട്രയാംഗിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാമെങ്കിൽ a² + 2al ചെയ്യാം. അപ്പൊ അതനുസരിച്ച് നമ്മൾ എൽ കണ്ടുപിടിക്കുക. അതിനുവേണ്ടി എ ഇസ് ഈക്വൽ ടു നമുക്കുള്ള വാല്യൂ a ഇസ് ഈക്വൽ ടു 10 ആണ്, ഇ ഇസ് ഈക്വൽ ടു 13 ആണ്. നമ്മുടെ റിലേഷൻ ഈ രീതിയിലാണ്. e² ഇസ് ഈക്വൽ ടു l² പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം, റിലേഷൻസ് ഓർത്തിരിക്കണം. സോ ദാറ്റ് ഈസ് 13² ഈക്വൽ ടു l² പ്ലസ് a/2 ഹോൾ സ്ക്വയർ. a/2 ഹോൾ സ്ക്വയർ ഈസ് 10/2 whole square. So
169 equal to 169 L square minus 5 square. 5 square is our 25. So L square is equal to 169 minus 25, that is 144 എന്ന് നമുക്ക് ആൻസർ കിട്ടി. L square 144 ആണ് എങ്കിൽ L is equal to square root of 144, that is 12 centimeter നമുക്ക് ആൻസർ കിട്ടും. L ആൻസർ കിട്ടി. So total surface area is equal to equation A square plus 2AL, that is 10 square plus 2 into 10 into L. L is our 12. 100 plus 2 into 12, 24. So this is 240. So final answer is 340 centimeter square is our answer. So this is our answer. Okay. Our next question number 5. Can we make a square pyramid with the lateral surface area equal to base area? Square pyramid in the construction, is it possible if lateral surface area and base area are equal? The lateral surface area, its equation we know, that is 2AL. Equation ആയിട്ട് നമുക്കറിയാം. Base area equation A square. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആകാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ് lateral surface area. Lateral surface area equal to base area. ഇത് സ്ക്വയർ പിരമിഡിൽ പോസിബിൾ ആണോ? Lateral surface area is 2AL equal to A square. രണ്ടിടത്ത് സെയിം A square ഉണ്ട്. നമുക്ക് L equal to കണ്ടുപിടിക്കാം. A square divided by 2A. അപ്പോൾ ഓരോ A ക്യാൻസൽ ആയിപ്പോയി. A divided by 2 എന്ന് കിട്ടി. L is equal to A by 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഇങ്ങനെ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഹൈറ്റ് എന്തായിരിക്കും നോക്കാം. നമുക്ക് എയും എല്ലും ഉണ്ട്. എയും എല്ലും എച്ചും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അപ്പോൾ ഹൈറ്റ് എച്ച് എന്ന് നമ്മൾ മാർക്ക് ചെയ്താൽ ഹൈറ്റ് ഈക്വൽ ടു എച്ച്, then height base lateral surface area, slant height L square is equal to, നമ്മുടെ equation is L square equal to h square plus a by 2 all square. L square or h square is equal to L square minus a by 2 the whole square. L we know this is a by 2. നമുക്ക് കിട്ടിയ വാല്യൂ L is equal to a by 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വാല്യൂസ് ഇട്ട് കൊടുക്കാം. a by 2 whole square minus a by 2 whole square. This is equal to 0. അപ്പോൾ ഹൈറ്റ് സ്ക്വയർ is equal to 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഈക്വൽ ടു 0 എന്ന് പറയാം. ഏതെങ്കിലും സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് ഈക്വൽ ടു 0 ആകാം, 0 ആകുമോ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാം which is not possible. It is not possible. So conclusion, hence we cannot. Question അങ്ങനെയാണ്. Can we? അപ്പോൾ നമുക്ക് പറയാം we cannot construct such a square pyramid. ഈ രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയയും ബേസ് ഏരിയയും ഈക്വൽ ആകുന്ന രീതിയിലുള്ള സ്ക്വയർ പിരമിഡ് കൺസ്ട്രക്ഷൻ പോസിബിൾ അല്ല. അപ്പോൾ ആ ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തിച്ചേർന്നു. ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ്. ബാക്കി നമുക്ക് അടുത്ത സെക്ഷനായിട്ട് നോക്കാം.